ഇക്കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയുമായിട്ട് എൻ്റെ രൂപതയിലെ എല്ലാ വൈദികർക്കും വാർഷിക ധ്യാനമായിരുന്നു. ഒരു കപ്പീഷ്യൻ വൈദികനാണ് ഞങ്ങളെ ധ്യാനിപ്പിച്ചത്. പുതിയ കാര്യങ്ങളല്ല, കുറേയധികം പഴയ കാര്യങ്ങൾ പുതുമയോടെ അവതരിപ്പിച്ച ഒരു ധ്യാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രീസ്റ്റിലുണ്ടാകേണ്ട എല്ലാ തലങ്ങളെയും എല്ലാ ഇടങ്ങളെയും തൊട്ട് കടന്നുപോയ വളരെ മനോഹരമായൊരു ധ്യാനമായിരുന്നു. ആ അച്ഛൻ ഒബീഡിയൻസിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇത്രയും ശ്രദ്ധേയമായിട്ട് തോന്നി. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളൊരു വൈദികൻ, ഒരു മുതിർന്ന വൈദികൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് എത്തുന്ന ആളായിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് രൂപതയെ നയിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് കൊണ്ടുപോകാനോ പറ്റില്ല. അവർക്ക് ഒത്തിരി കുറവുകളുണ്ടായിരിക്കും. എത്ര തന്നെ കുറവുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് അവർ ഉയരുന്നില്ലെന്ന് തോന്നിയാലും, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യാൻ മറന്നു പോകരുത്. അതവരനുസരിക്കാനാണ്. അതിന് കാരണം അവരിരിക്കുന്ന നിങ്ങളവരനുസരിക്കണം. ഇനി നിങ്ങളവരനുസരിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? അതുകൂടി അച്ഛൻ പറഞ്ഞു. അങ്ങനെ നിങ്ങളവരനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഗ്രേസാണ് നിങ്ങൾ മറന്നു പോകും. അതിൽ നിങ്ങൾ വിശ്വസിക്കാതെയാകും. നിങ്ങൾ കിട്ടിയ അതേ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് അവർക്കും കിട്ടിയെന്ന് ഓർക്കുമ്പോൾ നിങ്ങളവരനുസരിക്കും. ഈ പൗരോഹിത്യത്തിൻ്റെ ദൗത്യവും ധർമ്മവും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗോസ്പല് അങ്ങനെ ഒരു അധികാര കൈമാറ്റത്തിൻ്റെ കൃത്യമായ രൂപമാണ്. കുറേ അധികം വർഷങ്ങൾ കൂടെ നടന്ന 12 പേര് അതിലെടുത്തുചേട്ടക്കാരെന്നും എപ്പോഴും തർക്കിക്കുന്നവരൊക്കെ തയ്യാറാവുകയാണ്. ചോദിച്ച ഇടം കെസറിയ ഫിലിപ്പിയാണ്. ആ ഇടത്തിൻ്റെ പ്രത്യേകത ഒരുപാട് അന്യദേവന്മാരെ ആരാധിക്കുന്നൊരിടമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏകദൈവ വിശ്വാസമില്ല. മിശിഹായോടുള്ള എക്സ്പെക്റ്റേഷൻ അവർക്ക് ഒട്ടും തന്നെ ഇല്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിനിടയിൽ നിൽക്കുമ്പോൾ യേശു ചോദ്യം ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഈ ചോദ്യത്തിനിടയിൽ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ്. ഈ പറയുന്ന ജനങ്ങളുടെ അഭിപ്രായത്തിലൊക്കെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തുവിനെ അവർ മറ്റ് പലതുമായിട്ടും കണ്ടു, പക്ഷെ മിശിഹായിട്ട് അവർ കണ്ടില്ല. വരാനിരിക്കുന്ന രക്ഷകനായിട്ട് അവർ കണ്ടില്ല. അത് വലിയ ഫോൾട്ടാണ്. ക്രിസ്തുവിനെ നിങ്ങൾ എന്തായി കാണുന്നു എന്നുള്ള വലിയ ചോദ്യമാണ്. വ്യത്യസ്തമായ പല രീതിയിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകുന്നതിൻ്റെ പേരിൽ ക്രിസ്തു അതാകണമെന്ന് നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ തലം ഇത് തന്നെയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ എന്തായി കണ്ടു? വ്യത്യസ്തമായ 1000 കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. അതൊന്നുമല്ല ഇവിടുത്തെ ഉത്തരം. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ തെളിയിച്ചെടുക്കേണ്ട ഒരു ഉത്തരമുണ്ട്. അവനാണ് ഏകരക്ഷകൻ, അവനാണ് മിശിഹ, അവനാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ഇങ്ങനെ കൃത്യമായ ഒരു ഉത്തരത്തിനോട് എത്തുമ്പോൾ നമുക്ക് ശരണപ്പെടാൻ ഒരിടമേ ഉണ്ടാകത്തുള്ളൂ, നമ്മൾ എത്തിച്ചേരാൻ ഒരിടമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ കൃത്യമായൊരു ഉത്തരം പത്രോസ് പറയുമ്പോൾ അവന് നൽകപ്പെട്ടതാണ് ആ താക്കോല്. അവന് നൽകപ്പെട്ട വാഗ്ദാനമാണ്, നിൻ്റെ മുകളിൽ പള്ളി പണിയും. തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ടിരുന്ന 11 പേർക്കും ദേഷ്യം വന്നിട്ടുണ്ടാവും. കാര്യം ഇതിനു മുമ്പ് അധികാരത്തിൻ്റെ പേരിൽ സഹോദരങ്ങളൊന്ന് ചോദിച്ച സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള എല്ലാവർക്കും അധികാരത്തിന് മേൽ ആഗ്രഹമുള്ള സമയത്താണ് ക്രിസ്തു പത്രോസിൻ്റെ താക്കോല് കൊടുക്കുന്നത്. അറിയില്ലാതെ ഇവൻ പറയുമെന്ന് അറിഞ്ഞിട്ടും ക്രിസ്തു അവൻ്റെ കയ്യിൽ തന്നെയാണ് താക്കോല് കൊടുത്തത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അധികാരം ദൈവത്തിൽ നിന്നാണ്. ആരൊക്കെയോ നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ വിളിയാണ്. അതുകൊണ്ട് ഈ ഒരു വിളിയെ നമ്മൾ മറന്നു പോകരുത്. ഈ ഒരു ഉത്തരവാദിത്തത്തെ നമ്മൾ തിരിച്ചറിയണം. ഒരപ്പൻ വീടിനകത്ത് അപ്പനായി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൻ്റെ സ്ഥാനം അയാൾക്ക് തന്നെയാണ്. ആ ഇടങ്ങളെ മറ്റൊരാൾ കൈയടത്താമെന്ന് കരുതിക്കളയരുത്. കാരണം ഒരു അൾത്താരുടെ മുമ്പിൽ വെച്ച് അയാൾ തനിക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പോലും എടുത്ത ദൗത്യം അത്രത്തോളം വിലപ്പെട്ടതാണല്ലോ. ഒരമ്മ, ആ അമ്മ വീടിൻ്റെ വിളക്കാണെന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ഇടം അമ്മയ്ക്കുള്ളത് തന്നെയാണ്. അമ്മയുടെ സ്വരം അത് കേൾക്കപ്പെടേണ്ടത് തന്നെയാണ്. അമ്മയും ഒരു കുടുംബജീവിതം ആരംഭിച്ച സമയത്ത് അപ്പൻ്റെ കൈ പിടിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്ത വാഗ്ദാനം അത്ര ചെറുതല്ലല്ലോ. മക്കൾ ജ്ഞാനസ്നാന സമയത്ത് ഈ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോഴും അവർക്കുള്ള ദൗത്യവും ഇത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ഇടങ്ങളിൽ നൽകപ്പെട്ട അധികാരത്തിൻ്റെയും അവകാശങ്ങളൊക്കെ ഉണ്ട്. ഒരു പുരോഹിതൻ അൾത്താരയുടെ ബൈബിളിൽ കൈവച്ചുകൊണ്ട് ഒരു വികാരിസ്ഥാനം എടുക്കുമ്പോൾ അയാൾക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്വവും അത് സ്വർഗത്തിൽ നിന്നാണെന്ന് മറന്നു പോകരുത്. ഇങ്ങനെ ഏതൊക്കെയോ ഇടങ്ങളിൽ ആരൊക്കെയോ ഒരു താക്കോൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ആ നൽകപ്പെട്ട താക്കോൽ അവൻ്റെ കരങ്ങളിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. ഒരുപക്ഷെ കുറവുള്ള കരങ്ങളായിരിക്കാം, ബലഹീനമായ കരങ്ങളായിരിക്കാം, വീഴ്ചകളുള്ള കരങ്ങളായിരിക്കാം. എന്തു തന്നെ കുറവുകളുണ്ടെങ്കിലും വീഴ്ചകളുണ്ടെങ്കിലും കർത്താവ് ബോധപൂർവ്വം എന്നുള്ള ഈ താക്കോൽ അവർക്ക് തന്നെയാണ്. ആരതിൽ ഒസിയപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. താക്കോലിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന മനുഷ്യരാകരുത്. താക്കോൽ കയ്യിലുള്ളവനെ അനുസരിക്കുന്ന മനുഷ്യരാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.